പ്രതിമാഭഞ്ജനത്തിൻ്റെ രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ ശ്രീ ദാമോദർ പ്രസാദ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു. വായിച്ചായിരുന്നു. പലപ്പോഴും നമ്മൾ ഗാഢമായൊന്നും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു വിഷയമാണിത്. ഇനി അത് ഗൗരവമായി കാണുന്നവർക്കിടയിലേക്ക് ഇപ്പം തന്നെ അതങ്ങനെ ഇത് പ്രതിമാഭഞ്ജനം എന്ന വിഷയത്തെ, അതിൻ്റെ രാഷ്ട്രീയത്തെ ഒക്കെ ഗൗരവത്തിൽ കാണുന്നവർക്കിടയിൽ 2 തരം വാദങ്ങൾ ഇപ്പോൾ തന്നെ നിലവിൽ നിൽക്കുന്നുണ്ട് എന്ന് ആ ലേഖനം പറയുന്നുണ്ട്. അതായത് അതിങ്ങനെയാണ്: പഴയ വിശ്വാസ വ്യവസ്ഥകൾ ആ കാലത്തെ സാമൂഹിക സാമ്പത്തിക ക്രമവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പക്ഷേ ആധുനിക ചരിത്രം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ വിഗ്രഹങ്ങൾ പഴയവയുടെ സ്ഥാനത്ത് ഇടം പിടിക്കുന്നു. അങ്ങനെയാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. അത് സ്വാഭാവികമല്ലേ ഇങ്ങനെ വിഗ്രഹങ്ങൾ ഭഞ്ജിക്കുന്നതെന്ന്. എന്നാൽ മറുഭാഗമോ ചരിത്രത്തിൻ്റെ ഭാഗമായി വ്യക്തികളുടെ ശിലാപ്രതിമകൾ, അങ്ങനെ ഉള്ളവരുടെ ശിലാപ്രതിമകൾ തട്ടി താഴെ ഇടുന്നത് ചരിത്രത്തെ തന്നെ നിരാകരിക്കുന്നതിന് തുല്യമല്ലേ എന്ന് അവർ ചോദിക്കുന്നു. ഇത് രണ്ടും ഉള്ളതിൻ്റെ ഇടയ്ക്കൂടെ ഒരുപാട് അഗാധമായി തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ലേഖനമാണ്. അതേക്കുറിച്ച് അധികം ഞാൻ ചിന്തിച്ചിട്ടില്ല. വായിക്കാറുണ്ട്, ചിലപ്പോൾ രോഷം തോന്നാറുണ്ട്, ചിലപ്പോൾ അതിനെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ചിന്താഗതിയാണ് നമ്മളിൽ പലർക്കും ഉള്ളതല്ലേ. പക്ഷെ ഇത് വായിക്കുമ്പോൾ, ഈ ലേഖനം വായിക്കുമ്പോൾ ഒന്ന് വായിക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത പല രാഷ്ട്രീയ ധാരകളും അതിൽ അന്തർലീനമായിരിക്കുന്ന പല ഗൂഢമുന്നേറ്റങ്ങളും ഒക്കെ അത് വെളിവാക്കി തരും. നമ്മൾ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയപ്പോഴത്തേന് അവർ അധികാരത്തിൽ വന്നപ്പോൾ ബുദ്ധപ്രതിമകൾ തച്ചുടച്ചത്, ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിമകളായിരുന്ന ഒരു സാംസ്കാരിക അതിൻ്റെ തിരുശേഷിപ്പുകളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ പ്രതിമകളൊക്കെ ഉടച്ചു തീർത്തിട്ട് ഇവരെന്താ നേടുന്നതെന്ന് നമ്മളെ ചിന്തിപ്പിച്ച ഒരു സംഭവം. ഇനി മറ്റൊന്ന്, നമ്മൾ ഓഫ് കോഴ്സ് ബാബറി മസ്ജിദ്, ഇത് രണ്ടുമാണ് നമുക്ക് ശരിക്കും ഓർമ്മ വരിക. എന്നാൽ ഈ ലേഖനം വായിക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കാത്ത പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ഖാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നീക്കം ചെയ്തതാണ്. അത് അവരുടെ ചിന്താഗതി വച്ചിട്ട് നെൽസൺ മണ്ടേലയാണ് അത് സ്ഥാപിച്ചത്. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും നോക്കുമ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിനും അങ്ങനെയൊക്കെ നിന്ന കാലത്ത് പോലും അവരുടെ നോട്ടത്തിൽ മഹാത്മാഗാന്ധി, അവിടെ നിന്നപ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധിയോളം എത്തിയിരുന്നില്ല, പക്ഷെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന് അവർക്കിപ്പോൾ ചരിത്രത്തിൽ തോന്നുന്നു. അത് വച്ചിട്ടാണ് അവർ ഈ പ്രതിമ നീക്കം ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷെ നെൽസൺ മണ്ടേല പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിൻ്റെ ഇത്തരം വ്യാഖ്യാനം വെച്ചിട്ടാവരുത് അദ്ദേഹത്തെ വിലയിരുത്തുന്നതോ. മഹാത്മാഗാന്ധി എന്നൊരു വ്യക്തിയുടെ ജീവിതത്തെ മൊത്തം നമ്മൾ ആ ഒരു ചെറിയ ബിന്ദുവിലേക്ക് കൊണ്ടുവരാനുള്ള സങ്കുചിതത്വം നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റണമെന്നുമായിരുന്നു. ഇത്രയൊക്കെയാണ് ആ ലേഖനത്തിൽ നിന്ന് നമുക്കിപ്പോൾ ഈ രാത്രി നേരത്ത് ചിന്തിക്കാനുള്ളതായിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ഞോണ്ടിയെടുത്തിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ആ ലേഖനം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇതുപോട്ടെ, നമ്മളിനി നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ ഈ വിഗ്രഹങ്ങൾ രൂപീകരിക്കപ്പെടുന്നതും വിഗ്രഹങ്ങൾ അഴിച്ചുപണിയുന്നതും. പക്ഷെ അതിൽ ഈ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ചില വിഗ്രഹങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് നമ്മളൊന്ന് ഓർക്കണം. ചിലത് എന്തുകൊണ്ടാണ് ആ ഒരു ചെറിയ ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിക്കാതെ കൂടി വിശാലമായ മനസ്ഥിതിയോടെ നമ്മൾ വീക്ഷിക്കേണ്ടത് എന്നും നമുക്ക് തോന്നാറുണ്ട്. ഒരു കഥ പറയാം. ഇത്രയും നേരം ഗഹനമായ കാര്യമൊക്കെയല്ല പറഞ്ഞ ഒരു കുഞ്ഞു കഥ പറയാം. കഥ ഇങ്ങനെയാണ്. നാട്ടിൻപുറത്ത് കേട്ടിട്ടുള്ളത് പൂച്ചച്ചാത്ത എന്നാണ് കഥയുടെ പേര്. പൂച്ചച്ചാത്ത എന്താ വെച്ചാൽ ഒരു വലിയൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു. മന്ത്രവാദി ഈ ചാത്തം ചെയ്യുന്നയാളാണ്. കാരണം ഈ പരേതാത്മാക്കളെയൊക്കെ എന്തൊക്കെയോ അങ്ങനത്തെ. അപ്പോൾ ചാത്തം ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ പൂച്ചയുണ്ട്. ഈ പൂച്ച നേരം വന്ന് ശല്യപ്പെടുത്തും. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുക? ഈ പൂച്ച പിടിച്ചൊരു കൊട്ടയ്ക്കകത്തിടും. ഈ കൊട്ട കൊണ്ട് കമത്തിയിട്ടിട്ടാണ് കർമ്മം എല്ലാം തീർക്കുക. ഇത് സ്ഥിരമായി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കാണുന്നു, അനന്തരന്മാരെല്ലാവരും കാണുന്നു. അങ്ങനെ ഇരിക്കും മന്ത്രവാദി അങ്ങ് മരിച്ചുപോയി. അടുത്ത ആള് സ്ഥാനമേറ്റു. അപ്പം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, പൂച്ചയെ കൊട്ടയിലിട്ടേന്ന്. പൂച്ചയെ കൊട്ടയിലിട്ടു. കാരണം അത് ഒരു കൃത്യമായപ്പോൾ ആ പൂച്ച പിടിച്ച് കൊട്ടയിലിട്ടു. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ പൂച്ചയും മരിച്ചുപോയി. അപ്പോൾ ഈ വന്ന ആൾക്കാർ മുഴുവനൂടെ തപ്പാൻ തുടങ്ങി. പൂച്ച മരിച്ചുപോയി, ഇനിയിപ്പോൾ എങ്ങനെയാണ് ക്രിയകൾ ചെയ്യുക? അതുകൊണ്ട് അവർ വേറെല്ലാം തപ്പിയിട്ട് ആ ഗ്രാമത്തിൽ എവിടെ നിന്നും ഒരു പൂച്ചയെ കൊണ്ടുവന്ന് എനിക്ക്
എത്ര കേട്ടാലും ചിരി വരുന്ന കഥ അത്, പൂച്ച കൊണ്ടുവന്ന് കൊട്ടയ്ക്കകത്തിട്ടത്രേ. അപ്പം ചില ആചാരങ്ങൾ നമ്മൾ അങ്ങനെയാണ്, ചില വിഗ്രഹങ്ങൾ എന്തിനു വേണ്ടി എന്നറിയാതെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ചില വിഗ്രഹങ്ങൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിലുള്ള കാര്യത്തിൽ നമുക്ക് പലതുകൊണ്ടുമുണ്ടായ നമ്മുടെ മനസ്സിൽ രൂപീകരിച്ച, അത് സ്നേഹബന്ധങ്ങളാവാം, നമ്മളറിയാത്ത ആൾക്കാരെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഒരുപാട് കവിതകൾ എഴുതിയവർ, ഒരുപാട് നമ്മൾ ആ കവിതകളിൽ കൂടി, അല്ലെ അവരുടെ കഥകളിൽ കൂടി, അല്ലെങ്കിൽ അവരുടെ ആവിഷ്കാരത്തിലൂടെ ഒക്കെ നമ്മുടെ മനസ്സിൽ സ്വാംശീകരിച്ച ഒരാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഒരു ചെറിയ കാര്യം എടുത്തിട്ട് അതങ്ങ് പർവ്വതീകരിച്ച് അയ്യേ എന്ന് പറയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അവർ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പം പറിച്ചെടുത്തിട്ട് അയ്യേ പുള്ളിക്കുറിച്ച് ഞാനിങ്ങനെ എല്ലാക്കട്ടെ. അപ്പം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഈ പ്രതിമാഭഞ്ജനം നടക്കുന്നതിൻ്റെ രാഷ്ട്രീയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഏതൊക്കെ പ്രതിമകളാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്, ഏതൊക്കെ വിഗ്രഹങ്ങളാണ് ഉടയ്ക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത്, യഥാർത്ഥത്തിൽ അവൾ ഉടയ്ക്കേണ്ടവയാണോ എന്ന് ചിന്തിക്കുന്നത്? ചിന്തിക്കുന്നേ. ശുഭരാത്രി.